നമസ്കാരം. പ്രധാന വാർത്തകൾ. KJ ഷൈനെതിരായ സൈബർ ആക്രമണം. CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന. പറവൂർ സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഇയാൾ ഒളിവിൽ തുടരുന്നതിനിടെയാണ് പരിശോധന. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനം. സമൂഹ മാധ്യമത്തിലൂടെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് KJ ഷൈൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലുവ സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഷൈനിന്റെ പരാതിയിൽ സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. തമ്പാനൂർ ഗായത്രി വധക്കേസ്. പ്രതി പ്രവീണിന് കഠിന തടവും പിഴയും. തമ്പാനൂരിലെ ലോഡ്ജിൽ വെച്ച് യുവതിയെ കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവും പിഴയും. കാട്ടാക്കട വീരണക്കാവ് വില്ലേജിൽ അരുവിക്കുഴി മുരിക്കത്തറതല വീട്ടിൽ ഗായത്രിയെ ചുരിദാർ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത്. കേസിൽ കൊല്ലം പറവൂർ സ്വദേശിയായ പ്രവീൺ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം 5ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. 2022 മാർച്ച് 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. BJP പ്രവർത്തകരുടെ വെട്ടേറ്റ് വർഷങ്ങളായി ചികിത്സയിൽ. CPM പ്രവർത്തകൻ കിണറ്റിൽ മരിച്ച നിലയിൽ. കണ്ണൂർ പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. രാഷ്ട്രീയ അക്രമത്തിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്ന് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 2009-ലാണ് BJP പ്രവർത്തകർ ജ്യോതിരാജിനെ അതിക്രൂരമായി ആക്രമിച്ചത്. 2 കാലുകളിലും വെട്ടേറ്റിരുന്നു. തുടർന്ന് 2009 മുതൽ ചികിത്സയിലാണ്. ഒരു കാലിലെ വ്രണം മാറാത്ത നിലയിലായിരുന്നു. ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. പോലീസ് എത്തി മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആശുപത്രി ജീവനക്കാരി മരിച്ച നിലയിൽ. കോഴിക്കോട് സ്വദേശി അലിഷ ഗണേഷിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാസ്തമംഗലം SP ഫോർട്ട് ആശുപത്രിയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് യുവതി. 2 ദിവസമായി യുവതിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. തുടർന്ന് പോലീസിന് നൽകിയ പരാതിക്ക് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരണകാരണം വ്യക്തമല്ല. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത്. SDPI നേതാവ് KS ഷാൻ വധക്കേസ് പ്രതികളായ 4 പേർക്ക് കർശന ഉപാധികളോടെ ജാമ്യം. കേസിലെ പ്രതികളായ അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു എന്നിവർക്കാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ നടപടികളുമായി സഹകരിക്കണം എന്നീ വ്യവസ്ഥകളും കോടതി നിർദ്ദേശിച്ചു.